ഇന്ത്യൻ രാജ്യക്ക് പലതവണ ഇസ്രായേൽ മൊസാദ് സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയാം. ഒപ്പം ഇസ്രായേലിന്റെ രാഷ്ട്രീയവും ഇന്ത്യയുടെ രാഷ്ട്രീയവും എപ്പോഴും രണ്ട് രാജ്യങ്ങൾക്കും എതിരായി മാറിയിട്ടേയില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ എപ്പോൾ പ്രശ്നമുണ്ടായാലും ആദ്യം സ്വരമുയർത്തുന്ന സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം അത് ഇസ്രായേലാണ്. എന്നാൽ ഇത്തരം ഇസ്രായേലിന്റെ മൊസാദിനെ 2011 ഇന്ത്യൻ റായും അമേരിക്കയുടെ CIA ചേർന്ന് നമ്മുടെ രാജ്യം വിട്ട് തന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടിത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി? ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. CIA ചില പ്രധാനപ്പെട്ട അധികാരികൾക്കിടയിൽ ഒരു കോൺഫറൻസ് നടന്നു. ആ കോൺഫറൻസിൽ അമേരിക്കൻ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അതിന് ഒരുപാട് CIA അധികാരികൾ പ്രൊഫഷണലായി തന്നെ മറുപടിയും പറഞ്ഞു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇസ്രായേലിലെ മൊസാദ് ഏജൻസിയും CIA ചേർന്ന് ഒരുമിച്ച് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ മൊസാദ് സംഘടന CIA-ക്കെതിരെ തന്നെ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടല്ലോ, അങ്ങനെയുള്ള വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ എന്ന് CIA ഡയറക്ടേഴ്സിനെ നോക്കി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി, അതെ, മൊസാദ് ഏജൻസ് പലതവണ CIA ഏജൻസിനെതിരെ പല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ CIA-യും മൊസാദിനെതിരെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസി എടുത്തു നോക്കിയാൽ ആ ഏജൻസിയിലുള്ള വ്യക്തികളെ പോലും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ആ ഏജൻസിയിലുള്ള ചില വ്യക്തികൾക്കെതിരെ പോലും ഞങ്ങൾ ചാരന്മാരായി പ്രവർത്തിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ സ്പൈ ഏജൻസിനെ മാത്രം ഞങ്ങൾ എങ്ങനെയാണ് സുഹൃത്തായി കാണുക? ഞങ്ങൾക്ക് എങ്ങനെ അവരെ വിശ്വസിക്കാൻ സാധിക്കും? ഇങ്ങനെ വളരെ ലളിതമായൊരു മറുപടി നൽകി. ഈ ഒരു ഉത്തരം ലോകത്തിലെ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. CIA, RA, ISI ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസീസ് ആരും തന്നെ ആരെയും വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയായിരുന്നാലും ശരി, അവൻ സുഹൃത്തായിക്കോട്ടെ ശത്രുവായിക്കോട്ടെ, അവരെ നമ്മൾ എപ്പോഴും സംശയത്തിന്റെ കണ്ണുകളോടുകൂടി നോക്കണം എന്നുള്ളതാണ് എല്ലാ ഇന്റലിജൻസ് ഏജൻസിയുടെയും ആദ്യത്തെ ഒരു നിയമം. ഇതൊരു എഴുതപ്പെടാത്ത നിയമം തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ 2011 വർഷം ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായി. IDF-വുമായി കണക്ഷനിലുള്ള ചില വ്യക്തികൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെല്ലാം മൊസാദ് ഏജൻസ് അല്ല, എന്നാൽ IDF-വുമായി നേരിട്ട് ലിങ്ക് വയ്ക്കാതെ ഇവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. ഇൻഡയറക്റ്റ് ലിങ്ക്സ് എന്ന് പറയുമ്പോൾ IDF-വുമായി ആക്റ്റീവ് ഡ്യൂട്ടിയിലല്ലാതെ IDF-ന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ചില കോൺട്രാക്ടേഴ്സായി ഇവർ പ്രവർത്തിച്ചിരുന്നു. അതായത് ബേസിക്കലി വെപ്പൺസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലുള്ള ചില പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾ. ഈ വ്യക്തികൾക്കും മൊസാദിനും IDF-നും നേരിട്ട് ഏതൊരു ബന്ധവുമില്ല, എന്നാൽ പരോക്ഷമായി ബന്ധമുണ്ട്. ഇപ്പോൾ ഈ വ്യക്തികൾ ചെയ്തത്, ഇന്ത്യയിൽ ചെയ്തത്, ഇന്ത്യയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഇന്ത്യയുടെ വ്യോമസേനാ താവളങ്ങൾ, ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, സ്പേസ് സ്റ്റേഷൻസ് പോലുള്ള ചില നിർണായക ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാകുമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവയെല്ലാം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു ആ പ്രദേശത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൽ നിന്നും ഒരാൾ ഒറ്റയ്ക്ക് വരികയും ഈ ഒരു പ്രദേശങ്ങളിൽ വന്ന് നിന്നിങ്ങനെ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് അവിടെ ആ പ്രദേശം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു പവർ സ്റ്റേഷൻ, ഇപ്പോൾ കൂടംകുളം പവർ സ്റ്റേഷനിലൊക്കെ ചെന്ന് നിന്ന് അവിടെ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, അവിടെ ഒരു ഗവേഷണം അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ നടത്താം നമുക്ക്. കാരണം നമ്മൾ ഈ രാജ്യത്തുള്ള പൗരനാണ്, നമ്മളെ പ്രത്യേകം അങ്ങനെ എടുത്തു കാണിക്കാറൊന്നുമില്ല. പക്ഷേ അവിടെ അതേസമയം ഒരു വിദേശിയാണ് വരുന്നത്, ആ സ്റ്റേഷനെ ചുറ്റി നടന്ന ഫോട്ടോസ് എടുക്കുക, അവിടെ ചില കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക, അവിടെയുള്ള വിവരങ്ങൾ ഗ്യാദർ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ പലരും അതൊരു സംശയത്തിന്റെ രീതിയിലായിരിക്കും കാണുക. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരും. അതുപോലെ ഇസ്രായേൽ സിറ്റിസൺ ഇന്ത്യയിലേക്ക് വരികയും കീ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിന് അടുത്ത് നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്കിൽ പോലും IDF-ന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനീസിൽ ചില പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വ്യക്തികളാണെന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ചെയ്തത്, ഈ സംഘടന ചെയ്തത്, ഇങ്ങനെ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായി CIA-യുമായി ചേർന്ന് ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടത്തി. ഒരുപാട് പേർക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ ശത്രു അത് അമേരിക്കയുടെ CIA ആയിരുന്നു, ISI-ക്ക് ശേഷം. എന്നിട്ട് പോലും ചില പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഇന്ത്യയുടെ RA ഇന്റലിജൻസ് ഏജൻസിക്കും CIA-ക്കും ഇടയിൽ നടന്നിട്ടുണ്ട്. ഇത് ഒരല്പം കൂടി ബ്രീഫായി പറയണമെന്നുണ്ടെങ്കിൽ, പാകിസ്ഥാനിലുള്ള ചില തീവ്രവാദികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി RAയും സഹായിച്ചിട്ടുണ്ട്, CIA-യും സഹായിച്ചിട്ടുണ്ട്. രണ്ടുപേരും മാറി മാറി ഒരു സംയുക്ത ഓപ്പറേഷൻ തന്നെ നടത്തും. ചിലയിടങ്ങളിൽ ഒരു കോമൺ ഗോൾ ഉണ്ടാകും, അതായത് രണ്ടു പേർക്കും ഒറ്റ ശത്രു ഉണ്ടാകും.
അത്തരം സാഹചര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കും. അതേസമയം CIA നമ്മുടെ റാക്കെതിരെയും നമ്മുടെ സ്പേസ് പ്രോഗ്രാമിനെതിരെയും നമ്മുടെ ICBM പ്രോഗ്രാംസിനെതിരെയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ കാര്യം എന്താണെന്ന് നോക്കിയാൽ CIAക്ക് ഈ മൊസാദ് ഏജൻസിനെ നിരീക്ഷിക്കാൻ ചില ഇൻഫോർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ ഒരാൾ ആവശ്യമായിരുന്നു. മറുവശത്ത് ഈ മൊസാദ് ഏജൻസി എന്തിന് നമ്മുടെ രാജ്യത്തേക്ക് വന്നു, ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അറിയാനായി മറ്റൊരു ഏജൻസിയുടെ സഹായവും ആവശ്യമായി വന്നു. അതായത് ഇസ്രായേലിന് വളരെ അടുത്തുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഏജൻസി വിശ്വസ്തരായ ഒരാൾ ആവശ്യമായി വന്നു. അപ്പോൾ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഗോൾ ഇവിടെ ഒന്നായിരുന്നത് കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയും ഇന്ത്യ മുഴുവനും ഒരുപാട് പേര് തിരയാൻ തുടങ്ങി. അതിൽ ഒരുപാട് പേര് അറസ്റ്റും ചെയ്തു. ഈ അറസ്റ്റ് ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇയാളെ ഇതിനു വേണ്ടി ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പൊതുജനങ്ങളോട് പറയും. കോടതിയിൽ കൊണ്ട് അയാളെ നിർത്തും. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ല. യാതൊരു ശബ്ദവുമില്ലാതെ ചിലരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായി. പൊതുവെ അത് തുറന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും ഈ വ്യക്തികളെല്ലാം ഒരു കാരണത്തോടു കൂടിയാണ് ഡിഫൻസ് ഫെസിലിറ്റീസിനെ ഫോട്ടോസ് വീഡിയോസ് എടുത്തതെന്ന് മനസ്സിലായി. ഇനി അവസാനം ഇവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റൊന്നും ചെയ്തില്ല. ജയിലിലൊന്നും അടച്ചൊന്നുമില്ല. നിങ്ങൾ ഇനി ഞങ്ങളുടെ കൺട്രിയിലേക്ക് വരാനേ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തു നിന്നും അവരെ പുറത്താക്കി. ഇപ്പോ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നത്? ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫോട്ടോസ് എടുക്കുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും വരില്ലല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിന് ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് തന്നെ ഒരു ഉദാഹരണമായി എടുക്കാൻ സാധിക്കും. അടുത്തിടെ നടന്ന ഇറാനിയൻ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേൽ കൃത്യമായി ഇറാന്റെ ICBM സ്റ്റോറേജ് ഫെസിലിറ്റീസ് എവിടെയുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട കമാൻഡോസ് എവിടെയുണ്ട്, അവരുടെ മെയിൻ അമ്യൂണേഷൻ ഡിപ്പോസ് എവിടെയുണ്ട് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കൃത്യമായി തന്നെ കണ്ടെത്തി ബോംബിട്ട് നശിപ്പിച്ചു. എങ്ങനെ ഇവർക്കൊക്കെ ഈ സ്ഥലം മനസ്സിലായി എന്നുള്ളത് തിരയുമ്പോഴാണ് ഇറാനിയൻ ഒഫീഷ്യൽസ് ജർമ്മനിയിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ അവിടെ ചെയ്തത് ഇറാനിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരികയും സൈക്കിൾ ഓടിച്ചുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു മിലിറ്ററി ബേസിലേക്ക് പോയി അവിടെ ചെന്ന് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഇയാൾ ആരാണ്? ഇവിടെ പരിചയമില്ലാത്ത ഒരാളാണല്ലോ, പുതുതായി തോന്നുന്നു. അതും നമ്മുടെ ഈ ബേസിനടുത്ത് വന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അയാളെ നിരീക്ഷിച്ച് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് അയാൾ മൊസാദിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായത്. ഇപ്പൊ ഈ മൊസാദ് ഏജൻസി ആളുകളെ ട്രെയിൻ ചെയ്താണ് ഇങ്ങനെയുള്ള ചാരവൃത്തിക്കാക്കുക എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. സാധാരണ ഒരു വ്യക്തിയെ പോലും വിളിച്ചു കൊണ്ടുപോയി എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി, നിങ്ങൾക്ക് എത്ര പണം വേണമോ അത്രയും ഞങ്ങൾ നൽകാമെന്നും പറയും. അങ്ങനെ ഇയാൾക്കും ഇത്ര ഫോട്ടോസ് നൽകണം, ഒരു ഫോട്ടോയ്ക്ക് ഇത്ര പണം നൽകണം എന്ന് പറഞ്ഞ് അയാളെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തികൾക്ക് മൊസാദിനും ഇടയിൽ യാതൊരു ബന്ധവും കാണുകയില്ല. പക്ഷെ മൊസാദ് പറയുന്ന ഈ ഒരു ജോലികൾ ഇവർ ചെയ്തു നൽകും. അങ്ങനെയാണ് ഈ സൈക്ലിസ്റ്റും ജോലി നോക്കിയത്. അയാൾ സൈക്കിളിൽ ഇറാനിലെ പ്രത്യേക പ്രദേശത്തേക്ക് വരികയും ഇവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. അതല്ലാതെ ഇയാൾ ഒരു ട്രെയിൻഡ് സ്പൈ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിലൂടെ വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സ്പൈ ഏജൻസീസ് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാനായി അവർ സ്വന്തം ഏജൻസിയിലുള്ള സ്പൈസിനെ മാത്രമല്ല അയക്കുന്നത്. ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള പൊതുജനങ്ങളെയും വ്യക്തികളെയും റിക്രൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2011 തന്നെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ചിലർ നാട് കടത്തിയത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് മൊസാദിനും IDFനും ഇടയിൽ യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികളെ പോലും നമ്മൾ സംശയിക്കുകയും എന്തുകൊണ്ട് അവരെ പുറത്താക്കിയതുമെന്നും. ഇതെല്ലാം ഒരു മുൻകരുതലാണ്. അതുപോലെ ഈ ഒരു സംഭവം ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. ജിയോ പൊളിറ്റിക്സിൽ ആരെയും സുഹൃത്തുക്കളെന്നോ ശത്രുക്കളെന്നോ പറയാൻ സാധിക്കില്ല. അതുപോലെ ലോക സംഘടനകൾ എന്നെടുത്താൽ കോമൺ ഗോൾസ് ഉള്ളവർ മാത്രമേ ഒരുമിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. കോമൺ ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന് ശത്രു ആരാണെന്ന് നോക്കിയാൽ ഇറാൻ ഒരു പ്രധാനപ്പെട്ട ശത്രുവാണ്. ഇറാന് അണുവായുധ സാങ്കേതിക വിദ്യ നൽകിയ മറ്റൊരു ശത്രു അതാരാണെന്ന് നോക്കിയാൽ അത് പാകിസ്ഥാനാണ്. നമുക്കും പാകിസ്ഥാനാണ് ശത്രു. അപ്പോൾ രണ്ടും കോമണായി ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മളും ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ അമേരിക്കയുടെ ശത്രു മിഡിൽ ഈസ്റ്റിൽ ആരാണെന്ന് നോക്കിയാൽ ഇറാനാണ്. ഇസ്രായേലിനും ശത്രു ഇറാനാണ്. അതുകൊണ്ട് CIA-യും മൊസാദും ഒരുമിച്ച് ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കോമൺ ഗോൾ ഉള്ളതുവരെ മാത്രമേ ഈ രണ്ട് ഏജൻസിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. ആ കോമൺ ഗോൾ അവിടെ നിന്നും പോവുകയാണെങ്കിൽ രണ്ടുപേരും എത്ര വലിയ സുഹൃത്തുക്കളായിരുന്നാലും നേരെ ഓപ്പോസിറ്റായി തന്നെ മാറും. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം തന്നെ എടുത്തു നോക്കാം. അലൈഡ് കൺട്രീസിൽ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെതിരെ എങ്ങനെയാണ് ഫ്രാൻസ്, അമേരിക്ക, UK തിരിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.